ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഞാനൊരു ഗീവ് അവേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ നമ്മുടെ ഫ്ലൈയിങ് സ്കെറിൻ്റെയും. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ഗീവ് അവേ ചെയ്യാമെന്ന്. ഒരു ബ്രാബസ് ജി വാഗൻ്റെ ഒക്കെ ഇത് കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് വീഡിയോ കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ പോകാൻ സ്വൈപ്പ് ചെയ്തപ്പോഴത്തേക്കും ഹോമിൽ പോകാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ കൈ അറിയാണ്ട് കൊണ്ട് ഞാൻ ഈ ജി വാഗൻ വാങ്ങിച്ചു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങിച്ചു, അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ ഗിവ് അവേ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിൽ കയറി ഒരു ബ്രാബസ് ജി വാഗൻ്റെ പോലെ കസ്റ്റം ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം ഗായ്സ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഗിവ് അവേ ഒരു കാറെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടുന്ന ആൾക്ക് ഞാൻ ഈ കാറ് പേഴ്സണലി പ്രൈവറ്റ് സെർവറിൽ പോയിട്ട് ഞാൻ കൊടുക്കണേക്കും. അയാൾ പറഞ്ഞ പോലെ കസ്റ്റം ലൈറ്റൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാനാണ്. ഞാൻ വേണ്ടി ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല. പിന്നെ ഇതിന് കസ്റ്റമായിട്ടൊരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഒരു ലൈറ്റ് എടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒന്ന് ലോവേഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കസ്റ്റം ഒരു ബ്രാബസിൻ്റെ ഇതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ലോഗോ എടുത്തിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ HP നോക്കാനാണെങ്കിൽ HP 575 ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ HP. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. നമുക്കപ്പോൾ ഇംഗ്ലീഷ് സെർവറിലൊന്ന് പോയി നോക്കാം, ആൾക്കാരുടെ റിയാക്ഷനും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കാർ നല്ല പൈസക്ക് സെല്ലാകണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അന്ന് പറഞ്ഞ പോലെ ഓപ്ഷൻ തരും. അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ സെല്ലായില്ലെങ്കിൽ ഞാൻ ഈ കാർ തന്നെ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഞാൻ അന്ന് ഏറ്റവും അവസാനമാണ് ഗായ്സ് എനിക്കത് ഞാൻ ഇങ്ങനെ ഒരു സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഹോമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ഇതെൻ്റെ കളക്ഷനിൽ ഇരിക്കണം. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇത് വാങ്ങിച്ചു. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയല്ല ഗായ്സ്, അതുകൊണ്ട് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ ഇതാണ് അപ്പോൾ ഈ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സൗണ്ട് ഏൽപ്പിച്ചു തരാം ഗായ്സ്. വെയിറ്റ് ഗായ്സ്. ഇതാണ് ഇതിൻ്റെ സൗണ്ട് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ആ കമൻറ്റിൽ വിന്നിയണ ആൾ പറയണ പോലെ ഞാൻ കസ്റ്റം ചെയ്തിട്ടായിരിക്കും കൊടുക്കണേ. ചിലപ്പോൾ അയാൾ പറയണ പോലെ നമ്മൾ ബീറ്റുള്ള എഞ്ചിനൊക്കെ കയറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കണേ. അപ്പോൾ ആ കമൻറ്റ് ഡൗൺ ഗായ്സ് ഫോർ ദാറ്റ് ഗിവ് അവേ വിന്നർ. അപ്പോൾ അയാളുടെ ഗിവ് അവേ വിന്നറിൽ നമുക്ക് കിട്ടുന്ന ആളോട് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ച് അയാളുടെ ഇത് ഐഡിയ എല്ലാം ചോദിക്കണേക്കും. പിന്നെ അവർ പറയണ ആ ടൈമിൽ നമ്മൾ ചെന്ന് കാർ കൊടുക്കണേക്കും. അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ. അതിന് നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. താങ്ക്സ് ഫോർ ദാറ്റ്. ആൻഡ് ഇവിടെ ഒരു മസ്താങ് ഒക്കെ കിടക്കുന്നുണ്ട് ഗായ്സ്. 10 million. വാവ്, ടു മച്ച്. ഇവിടെ ഒരു BMW കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വേറൊരു M4 കിടക്കുന്നുണ്ട്. ഇതേതാണെന്ന് എനിക്കറിയില്ല ഈ കാറ്. പിന്നെ ഇവിടെ ഒരു ഗോൾഫ് ഉണ്ട്. ഇവിടെ വേറൊരു BMW കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഔഡി കിടക്കുന്നുണ്ടല്ലോ. ഈ കാറ് കൊള്ളാലോ ഗായ്സ്. ഇത് എനിക്ക് വാങ്ങണം. അത് പോയി. എനിക്ക് അതേപോലെ കാറ് വാങ്ങണമെന്നുണ്ട്. നമ്മുടെ വെള്ളാറാണ്. ഈ കാർ എന്തായാലും നൈസായിട്ടുണ്ട്. നമ്മുടെ കാറ് നൈസായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് തന്നെ ആയിരിക്കും ഗായ്സ്. അപ്പോൾ അതിൽ കയറി സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ലംബോർഗിനി ഇല്ല ഗായ്സ്. നൈസായിട്ടുണ്ട്. ഇവിടെ എല്ലാം മിക്ക വണ്ടി നൈസ് വണ്ടിയാണ്, കുഴപ്പമില്ലാത്ത വണ്ടികളാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ വണ്ടിയുടെ ഇതുണ്ടോ, ഈ വണ്ടി അധികം ആരും നോട്ടീസൊന്നും ചെയ്യാനില്ല. എന്നാലും ആൾക്കാർ അത്രയും പുറകിലല്ല. ഇതിന് ലൈറ്റ് കാണിച്ചു തരാം ഞാൻ. ഇതാണ് എൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഇതാണ് ഇതിൻ്റെ ലൈറ്റ്. ഇതുണ്ടോ, ഇവിടെയാണ്. ഈ കമൻറ്റിൽ ഈ വിന്നർ പറയണ പോലെ ലൈറ്റ് ഞാൻ ചെയ്ത് കൊടുക്കണം. എനിക്ക് ഏത് കളറാണ് ഉണ്ടെന്ന് വെച്ചാൽ. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ലൈറ്റ് വരുമ്പോഴത്തേക്കും ലൈറ്റ് ഇതുണ്ടോ ഗൈസ്, മുകളിലത്തെ ലൈറ്റും കൂടി കത്തണുണ്ടോ.
ഇതുണ്ട് കണ്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ലക്കണമെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ മാസവും ഞാൻ ഇങ്ങനെ ഇതേപോലെ ഗിവ് അവേ ചെയ്യും പറ്റും. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ചെയ്യും ഗൈസ്. അപ്പോൾ നിങ്ങൾ അതേപോലെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, എല്ലാ വീഡിയോയിലും ഇങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യണ ഒരാൾക്ക് ഒരു പേഴ്സണലി ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു കാറായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ പൈസ ആയിരിക്കും. ഓ ഗൈസ്, എന്താ പറ്റിയ? ഓ ബാഡ് കണക്ഷനാണ് ഗൈസ്. അതൊന്നാണ്. നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിറലായിട്ട് പോയി നോക്കാം. നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിറൽ ഇവിടെ ഉണ്ട്. ഓ നല്ല ലുക്കായിട്ടില്ലേ ഗൈസ്? ഇതിൻ്റെ റീലങ്ങ് കത്തിക്കയറി ഗൈസ്. നല്ല വ്യൂസൊക്കെ കിട്ടി, നല്ല റീച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് എന്തായാലും പോയി നോക്കാം. ഈ കണക്ഷൻ ഇത്തിരി കുഴപ്പമുണ്ട്. എന്താണെന്നറിയില്ല, ഞാൻ വേറെ റൂമിലിരിക്കണോണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഗൈസ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കമൻറ്റ് ചെയ്തിട്ട് എപ്പോഴും കമൻറ്റ് ചെയ്യണം. ചിലപ്പോൾ അയാൾക്കാണെങ്കിൽ ഫ്ലൈയിങ് സ്ക്വിറൽ എടുക്കും, ഇങ്ങനെ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യണ ഒരാൾക്ക്. ചിലപ്പോൾ ഗൈസ്, ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഓ ഇതിൻ്റെ സൗണ്ട് വേറെ ലെവലാണ് ഗൈസ്. എന്തായാലും ന്യൂട്രലിട്ട് പൊട്ടിച്ചത്. നൈസായിട്ടില്ലേ ഗൈസ്? ഒരു AMG ആണ്. എനിക്ക് തോന്നുന്നു ആ AMG സ്റ്റോക്കാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു സൂപ്പർ ഉണ്ട്, അതും സ്റ്റോക്കാണ്. ഇവിടെ ഒരു കോണിസ ടെസ്കോളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മെക്ലറിൻ്റെ ഉണ്ട്, ഒരു മസ്താങ്, പിന്നെ ഒരു സ്കൈലൈൻ, പിന്നെ ഒരു BMW X7 ആണ്. ഇതേതാ? അയ്യോ, ഇതിൻ്റെ പേര് എനിക്കറിയാം, പക്ഷെ മറന്നായി. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. നൈസാണ്, ഈ സെർവർ ഓക്കെയാണ്. നമുക്കങ്ങനെ കാർ വഴി ഇവിടെ ഇട്ടിട്ടൊരു എന്താ പറയുക, ഒരു സിനിമാറ്റിക്. നമ്മുടെ വണ്ടി ഇടിച്ചു ഗൈസ്. എന്തായാലും നമുക്കൊരു സിനിമാറ്റിക് റീല് പോലെ നോക്കാം. ഞാൻ റീൽസിലെല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട, എന്ന് നല്ല റീച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ വണ്ടി ലുക്ക് ഉണ്ടോ ഗൈസ്? ആ ലൈറ്റൊക്കെ വന്നിട്ട് ഒരു ബ്ലൂ കളർ. അവിടെ വേറൊരു BMW ഉണ്ടല്ലോ, അത് ഏതാ? M3 ആണ്. M3 അങ്ങനെയാണ് ഗൈസ്. നമ്മുടെ വണ്ടി നല്ല ലോവറാണ് ഗൈസ്. നമുക്ക് എന്നാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിടാം. ഇവിടെ വേറെ X5 ഉണ്ട്, 17 മില്യൺ ഗൈസ്. എന്താണ് ഇത്? ഭയങ്കര പൈസ കൂടുതലാണല്ലോ. ഇത് ഒരു മെക്ലറിൻ ഉണ്ട്. എനിക്ക് ഈ X7 വാങ്ങണമെന്നുണ്ട്. അവൻ വിൽക്കോ നോക്കട്ടെ. ഞാൻ ഒരു 5 മില്യൺ ചോദിച്ചു നോക്കാം. 5 മില്യന് കിട്ടുമോ ഗൈസ്? എനിക്ക് തോന്നുന്നുള്ളത് അത് കിട്ടുമെന്ന്. കാരണം മറ്റേ വേറൊരു കോയിൻ വെച്ചാണ് ഇത് വാങ്ങണത്. എൻ്റെ കയ്യിലാണെങ്കിൽ അത്രയ്ക്ക് കോയിനില്ല. നമുക്കൊന്ന് ഇന്ത്യൻ സെർവറിൽ പോയി നോക്കാം. ചിലപ്പോൾ ഓരോ ഉണ്ടാവില്ല, ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊന്ന് അറബിക് സെർവറിലും പോയി നോക്കാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഞാൻ അറബിക് സെർവറിൽ തന്നെ ഫസ്റ്റ് പോയി നോക്കാം. അറബിക് സെർവറിൽ ഈ വണ്ടി വാങ്ങാനായിട്ട് കുറേ പേരുണ്ടാവും. അറബിക് സെർവറിൽ ഇത് ആണ് ഗൈസ്. നിങ്ങളെല്ലാവരും അറബിക് സെർവറിൽ പോയി നോക്ക്. നല്ല എന്താ പറയുക, റിച്ച് സെർവറാണ്. ഇങ്ങനെ സെർവർ ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഏതെങ്കിലും സെർവർ കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ല എക്സ്ചേഞ്ചും വരാറുണ്ട്. എനിക്ക് പിന്നെ ഇപ്പം ഞാനൊരു വണ്ടി അപ്പം തന്നെ ഒരു 1 മില്യൺ ഇട്ട് ഞാൻ അപ്പം തന്നെ വിറ്റും. കാരണം എനിക്കറിയില്ല എങ്ങനെ അവർ ഇത്ര റിച്ച് ആണെന്ന്. പിന്നെ നല്ല വണ്ടിയും നല്ല പൈസ കുറച്ചും കിട്ടാറുണ്ട്. ഞാൻ എൻ്റെ പഴയ അക്കൗണ്ടിൽ ഓൾമോസ്റ്റ് എല്ലാ കാറും ഞാൻ അറബിക് സെർവറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അധികം ഓടിയിട്ടൊന്നുമില്ല. പിന്നെ ഓക്കെയാണ്.
ആകെ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ആകെ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ അവർ വണ്ടി തരുമ്പോഴത്തേക്കും ടയർ നല്ലല്ലേ എന്താ പറയുക തീർത്തിട്ടായിരിക്കും തരണേ, നല്ല തേഞ്ഞായിരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ ടയർ മാത്രം വാങ്ങിച്ചിട്ടാൽ മതി. ഈ വണ്ടി എനിക്ക് ഓടിക്കാൻ പ്രത്യേക ഒരു എന്താ പറയുക സുഖമാണ്, ഒരു ഫീലാണ് ഗൈസ്. അത് നിങ്ങളിത് ഓടിച്ച് തന്നെ ഒരു ഫീൽ അറിയണം, പറഞ്ഞാൽ തീരില്ല. ഇവിടെ ഒരു ബെൻഡിൽ കിടക്കുന്നുണ്ട്, ഗൈസ് ലാഗാണ്ടല്ലോ. ഇവിടെ വേറൊരു BM കിടക്കുന്നുണ്ട്, 2 BM ഉണ്ട്, യെല്ലോ BM, പിന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്ത BM ഉണ്ട്. ഗൈസ് എനിക്കൊന്നും നല്ല ലാഗാവുന്നത് എന്താണെന്നറിയാം, നെറ്റ്വർക്ക് ഒട്ടും നല്ലതല്ല. ഇവിടെ നല്ല നല്ല വണ്ടികളുണ്ട് ഗൈസ്, കുഴപ്പമില്ല. ഒരു ക്യാമറ ഒക്കെ ഉണ്ട്, വണ്ടി ഇവിടെ ഇട്ടിട്ട് ഒന്ന് നോക്കാം. അതുകൊണ്ട് നമുക്ക് പയ്യെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് വലുതൊന്നുമല്ല, കാരണം എന്താ പറയുക ഇന്ന് എന്താ പറയുക നെറ്റ് അത്രയ്ക്ക് നല്ലതല്ല. ഇവിടെ നല്ല നല്ല ഒരു സ്റ്റിക്കർ വർക്ക് ഫുൾ സ്റ്റിക്കർ വർക്ക് ചെയ്തൊരു BM ഉണ്ട്. പിന്നെ ഇവിടെ ഫുള്ളും BM ആണല്ലോ ഗൈസ്. പിന്നെ ഇവിടെ റോൾസ് റോയ്സ് വന്നിട്ടുണ്ട്. ഇവന് ഇത്രയും റോൾസ് റോയ്സ് കിട്ടാൻ നോക്കട്ടെ, നല്ല പൈസ ഗൈസ്. ഇതേപോലത്തെ ആൾക്കാർക്കും ചിലപ്പോൾ $1 വണ്ടി വിൽക്കണത്. കാരണം ഞാൻ ഇതേപോലെ അറബിക് സെർവറിൽ ഇരിക്കുമ്പോഴേക്കാണ് എനിക്ക് മറ്റേ ലാസ്റ്റ് ഒരു എന്താ പറയുക റേഞ്ച് റോഡില്ലേ ഗൈസ്, അതെനിക്ക് $1 എത്തും. എനിക്ക് ഇങ്ങനെ എന്താ മറ്റേ ഒരു മെസ്സേജ് ഒന്നും വന്നില്ല, അപ്പം ഞാനിത് വേറെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ അത് ഞാൻ ബാക്ക് ഹോമിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അവൻ പോയി ആൾക്കാർ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഹുണ്ടികനായിരുന്നു അത്. M4 അല്ലേ ഗൈസ്, അത് M4 എത്രയാണ് കിട്ടാൻ പോണേ? ഗായ്സ് നെറ്റ് ഭയങ്കര ബാഡാണ് ഗായ്സ്. എനിക്ക് വേറെ ഏതെങ്കിലും റൂം ട്രൈ ചെയ്ത് നോക്കണം. ഇനി ആ സെർവറിൽ ഹോപ്പ് ചെയ്യണില്ല, കാരണം ഇനിയും നെറ്റ് ഇതേപോലെ പോകുന്ന. അവനാണെങ്കിൽ ആ വണ്ടി പൈസ കുറച്ചായിട്ട് വിൽക്കാൻ പോയത്. ശരി ഗായ്സ്, ബാഡ് ലക്ക് കുറവാണ്. ഞാൻ എന്തായാലും റിയൽ പ്രൈസ് കൊടുത്തിട്ട് എന്താ പറയുക ഞാൻ വാങ്ങാൻ പോകണില്ല. ഇതിൽ എന്താണ് ഈ റിയൽ റുപ്പീസല്ല കാണിക്കണേ, പൗണ്ട്സാണ്. കാരണം ഞാൻ UK നിന്നാണ് ഗൈസ് കളിക്കണേ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ സെർവറിൽ പോകാത്തത് കാരണം ഇവിടെ ഇപ്പോൾ രാത്രിയാണ്. അപ്പം നാട്ടിൽ എന്താ ഇന്ത്യയിൽ ഇപ്പോൾ എന്തായാലും എല്ലാവരും ഉറങ്ങുന്ന സമയത്തുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ പോകാത്തത്, ഇംഗ്ലീഷ് സെർവറിൽ മാത്രം പോകണേ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുക്കാനുള്ള സമയമായിരിക്കണം. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ G-Wagon. അപ്പോൾ എല്ലാവരും കാറെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് നമ്മൾ ഈ ഒരു കാറ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. HP ഇതിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ഇതിന് ഞാൻ ട്വിൻ ടർബോ ആക്കിയിട്ടുണ്ട്, പിന്നെ ടൂറിങ് ടയർ വന്നിട്ടേക്കുന്നത്. പിന്നെ ഞാൻ എന്താ പറയുക ചിലപ്പോൾ കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇതുണ്ടോ ഈ ഒരു V12 ഇല്ലേ, ഇത് ചിലപ്പോൾ ഇട്ടിട്ടായിരിക്കും കൊടുക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ടർബോ കയറ്റും, ചിലപ്പോൾ എന്താ ന്യൂ എക്സോസ്റ്റ് കയറ്റും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കമൻറ്റ് ചെയ്യണം ഗായ്സ് നമ്മുടെ ഈ കാർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.